ഊണ് റെഡി. ഇതാണ് ഗൈസ് എന്റെ പ്ലേറ്റ്. ഹലോ. അപ്പൊ ഇന്ന് എനിക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്, മാമ്പഴം. ഞാൻ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാണ്. ഒരു മാങ്ങ എടുത്ത് ഇതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കേസായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റെസിപ്പി ഇൻസ്പയർ ആയിട്ടാണ് ചെയ്യുന്നത്. എന്റെ റെസിപ്പി എനിക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ പിന്നെ മാമ്പഴം കിട്ടിയ കാരണം ഉണ്ടാക്കുവാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി ശർക്കര മഞ്ഞളിട്ടു, ഉപ്പിട്ടു, മുളക് പൊടി ഇട്ട് ഇത് വേവിക്കാൻ വെച്ചു. ഒരു 5 മിനിറ്റോളം വെന്തി. വയൽ തേങ്ങ എടുക്കണം, ഇത്തിരി തൈരും, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു നേരെ ഒരു കുഞ്ഞതായിട്ടൊരു പച്ചമുളക് ഇട്ടിട്ട് അരിച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരി ഒരു വികാരം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ്, പക്ഷെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അരച്ച് വെച്ച് അരിപ്പിടും. അപ്പൊ ഇട്ട് നോക്കാം. വെള്ളം കൂടി അരിച്ചിട്ട് ബാക്കിയുള്ളത് ഇടാം. ഞാൻ മലയാളം സംസാരിക്കുന്നത് നാടൻ റെസിപ്പി കാരണം കേട്ടോ. എന്തായാലും ഇഫ് my people from other state to know the recipe, I think it's visible quite. But if they want, you can check out my caption or comment section. Actually, it's a ഇത്തിരി ഹൈഡ്രേഷൻ ബാക്ക് ബ്രേക്കും വേണം കേട്ടോ. ഇനിയിപ്പോൾ നെയ്യ് ഇടും, കറിവേപ്പില, കടുകും മുളകും ഇടണം. ഇതാണ് മാമ്പഴപ്പുളിശ്ശേരി. കളറും വന്നോ ടേസ്റ്റും വരുമെന്ന് വിചാരിക്കണം. മാമ്പഴപ്പുളിശ്ശേരിയായി. ഇനിയിപ്പോ മത്തി വറക്കണം, ചിക്കൻ ഫ്രൈ ചെയ്യണം, പിന്നെ ചോറായി. അപ്പൊ ഊണിന്റെ പ്ലേറ്റ് കാണിച്ചു തരാട്ടോ കഴിക്കുമ്പോൾ. ഇതാണ് എന്റെ പ്ലേറ്റ്. എന്റെ പ്ലേറ്റ് കാണുന്നത്. ചോറ് മത്തി വറുത്തതുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, പുളിശ്ശേരി, പരിപ്പ്. പുളിശ്ശേരി ഹിറ്റാണ് കേട്ടോ ഗൈസ്, ഡു ട്രൈ.